ഇന്ന് ഞാൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് EC 312 ആ ഒരു സബ്ജക്റ്റിന്റെ ഫുൾ മൊഡ്യൂൾസ് ഒറ്റൊരു ഗ്ലാൻസിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ സിമ്പിൾ ആണ് ഇത് ആക്ച്വലി. സോ ഇതിൽ ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, എക്സാംസ് എല്ലാം ആകാറായി. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് എക്സാംസ് ആണ്. എല്ലാവരും നല്ലതുപോലെ ഇരുന്ന് പഠിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ദെൻ പ്രൊസീജിയറൽ വേഴ്സസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, POP വേഴ്സസ് OOP. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് OOP, ബെനിഫിറ്റ്സ് ഓഫ് OOP. സോ ഇതിൽ നമ്മളൊരു എന്താണ് ബേസിക് കമ്പോണൻസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡേറ്റ ഹൈഡിങ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ. സോ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ എഴുതേണ്ടത്. ആപ്ലിക്കേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത്? സോ ഇതിൽ പ്രൊസീജിയർ വേഴ്സസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്, POP വേഴ്സസ് OOP, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കണം. അത് തന്നെ നിങ്ങൾ പ്രിൻസിപ്പിൾസിലും ബെനിഫിറ്റ്സിലും എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ബിഗിനിങ് വിത്ത് C++, ഓവർവ്യൂ ആൻഡ് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. നമ്മൾ C++ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞു അല്ലെ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസിന്റെ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ഗോ വിത്ത് ദാറ്റ്. സോ അതിന്റെ എക്സാമ്പിൾ മാർക്സ് നോക്കിയിട്ട് വേണം എല്ലായ്പ്പോഴും നിങ്ങൾ കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾസ് ചോദിച്ചിട്ടില്ല എങ്കിൽ ഇപ്പൊ 6 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിൽ സ്ട്രക്ചർ മാത്രമല്ല, അതിന്റെ സ്ട്രക്ചർ നീറ്റായിട്ട് വരച്ചെഴുതണം. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ദ എക്സാമ്പിൾ ഓൾസോ. ഓക്കെ, സോ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും നമ്മൾ മാർക്കിന്റെ ബേസിസിൽ വേണം എല്ലായ്പ്പോഴും അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്. ഓക്കെ, സോ നമ്മൾ ക്ലാസ് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് റൺ ടൈം എൻറ്റിറ്റി ആണ്. സോ ഒരു ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് വേണം അല്ലെ? ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും കൂടെ വെച്ചിട്ടാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. എക്സാമ്പിൾസ് നീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്, രണ്ടിന്റെ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. കൺസ്ട്രക്ടേഴ്സിന്റെ ടൈപ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാം. സോ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് വേണം എക്സാമിനേഷന് പോകാൻ വേണ്ടിയിട്ട്. Second module topic covers operator overloading and inheritance. Operator overloading unary operators, overloading binary operators using friends, and manipulation of strings using operators. Important topic. Okay, so ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സാമ്പിൾസ്, ക്ലിയർ ആയിട്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ അടുത്തത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് ടൈപ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈറാർക്കിക്കൽ ആൻഡ് ഹൈബ്രിഡ്. ഈ 4 ഇൻഹെറിറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഇസ് ഇൻഹെറിറ്റൻസ്? അതിന് ഓരോന്നിനും പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. സോ അത് പഠിക്കണം, എക്സാമ്പിൾസ് പഠിക്കണം. അടുത്തത് വാട്ട് ഇസ് വെർച്വൽ ബേസ് ക്ലാസ്, അബ്സ്ട്രാക്ട് ക്ലാസ്. ഓക്കെ, കൺസ്ട്രക്ടേഴ്സ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ്, മെമ്പർ ക്ലാസ്സസ്, ദാറ്റ് ഇസ് നെസ്റ്റിംഗ് ഓഫ് ക്ലാസ്സസ്. നെസ്റ്റിംഗ് ഓഫ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ ഉള്ളിൽ വേറൊരു ക്ലാസ്. സോ ദാറ്റ് ദിസ് ഇസ് ഈസി. ഇതില് വെർച്വൽ ബേസ് ക്ലാസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രോഗ്രാം പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്നുണ്ടെന്നെങ്കിൽ അതിന്റെ തിയറി പോർഷൻ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ബിക്കോസ് തിയറിക്ക് ഇത്ര മാർക്ക്, പ്രോഗ്രാം എക്സാമ്പിളിന് ഇത്ര മാർക്ക്, ആ രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ വാട്ട് ഇസ് വെർച്വൽ ബേസ് ക്ലാസ് യു ഹാവ് ടു നോ. വാട്ട് ഇസ് അബ്സ്ട്രാക്ട് ക്ലാസ് യു ഹാവ് ടു നോ. കൺസ്ട്രക്ടേഴ്സ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ് അത് എന്താണെന്നുള്ളത് യു ഹാവ് ടു നോ. സോ ദാറ്റ് 1 പാരഗ്രാഫ് യു ക്യാൻ റൈറ്റ്. ഓക്കെ, next is third module. Virtual functions and polymorphism describe ചെയ്തിട്ടുണ്ട്. Pointers to objects, pointers to derived class,
virtual functions, virtual constructors and destructors, and this pointer. This pointer is an important question. Okay. So ഇതിൽ നമുക്ക് virtual function എന്താണ്, pointers to derived class എന്താണ്, pointers to objects എന്താണ്, അതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദയവ് ചെയ്ത് ഒരു പോർഷൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. എവിടുന്നാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത പോർഷനിലായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ മാർക്ക് കുറയാൻ, നമ്മൾ ഫെയിൽ ആകുക, അങ്ങനെ ഇഷ്യൂസ് വരുന്നത്. സോ ദയവ് ചെയ്ത് ഒരു പോർഷൻ പോലും സ്കിപ്പ് ആക്കരുത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ തിയറി പോർഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ച് വെക്കണം. ഓക്കെ. ദിസ് പോയിന്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് മോഡ്യൂൾ ഈസ് പ്രോഗ്രാമിംഗ് വിത്ത് ജാവ. ജാവ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ പഠിക്കണം. ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ ജാവ. സോ സിമിലർ ടു C++ ആണ്. മെത്തേഡ് ഓവർലോഡിംഗ്, overriding, final variables, adepole inheritance similar to C++, and interfaces we have to know, packages, multi-threaded programming, managing errors and exceptions. Managing errors and exceptions ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഇതെല്ലാം ഈസിയാണ്. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് വീഡിയോസ് ഇതിന്റെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, പഠിക്കുക. ഓക്കെ. ഓവർറൈഡിങ്ങും ഓവർലോഡിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്റർഫേസ് എന്താണ്, പാക്കേജ് എന്താണ്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും. നെക്സ്റ്റ് മോഡൽ 5 and 6, വെരി ഈസി ടോപ്പിക്. ഓക്കെ. ഇത് തിയറി സെക്ഷൻ മാത്രമാണ്. ഇതിനകത്തിൽ ഒരുപാട് കുറവാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിനകത്തിലെ ബിൽഡിംഗ് ബ്ലോക്സ് പഠിക്കുക, UI കമ്പോണൻസ്, വ്യൂസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, കമ്പോണൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സെറ്റിംഗ് അപ്പ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, അതുപോലെ manifest.xml എന്താണ്, യൂസസ് പെർമിഷൻസ് എന്താണ്, ലേഔട്ട്സ് ആൻഡ് ഡ്രോയബിൾ റിസോഴ്സസ് എന്താണ്, ബേസിക് UI ഡിസൈൻ, വാട്ട് സ്റ്റൈൽ ആൻഡ് തീം, ഓക്കെ, SQLite പ്രോഗ്രാമിംഗ് എന്താണ്. സോ ഇതെല്ലാം നീറ്റായിട്ട് പഠിക്കണം. ഈസിയാണ് മോഡ്യൂൾ 5 and 6. പക്ക തിയറി പേപ്പറാണ്, ഈസിയാണ്. അതിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ആരും ടെൻഷൻ അടിക്കല്ല. Object oriented programming is actually a simple program method, simple subject. നമ്മൾ എന്താണോ കവർ ചെയ്തിരിക്കുന്നത് thorough ആയിട്ട് പഠിക്കുക, പഠിച്ച പോർഷൻസ് thorough ആക്കി പഠിക്കുക. ഓക്കെ. സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ പോലും ഞാൻ കമ്പൽ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുക്കാറില്ല. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പണി കിട്ടും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. സോ ഒരുപാട് സമയമുണ്ട്. അടുത്ത മാസം 6th നിങ്ങളുടെ എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ. സോ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ പോർഷൻസും നീറ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ. സോ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.